ഹായ് ഫ്രണ്ട്സ്, സുജു ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഉണ്ട്. സംഭവം നിങ്ങൾക്ക് പറഞ്ഞിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് വിട്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് 2 കുപ്പിയുണ്ട് നമ്മുടെ അടുത്തുള്ളത്. നമ്മൾ 7-അപ്പിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കുപ്പി ഒരേ അളവിൽ 2 കുപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ അത് ഒട്ടിക്കുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. മറ്റേ നമ്മളെ സ്റ്റിക്കില്ലേ, ഗ്ലൂ സ്റ്റിക്ക്, ബാക്കിൽ ചൂടാക്കിയിട്ട് വരുന്ന ഒരു ഗം. എന്നിട്ട് അത് നമ്മൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. 2 അടപ്പും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അടയ്ക്കുക. ഇനി നമുക്കിത് 2 ഹോളാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രിൽ മെഷീനോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഷോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഹോളാക്കിയുള്ളത്. എന്നിട്ട് നമ്മളെ സ്ട്രോ കടക്കാനുള്ള ഒരു ഭാഗത്തിൽ ഹോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുപ്പി അടപ്പ് വെച്ച് അടയ്ക്കുക. അടച്ചതിന് ശേഷം നമുക്ക് അത് കൂടെ ഒരു സ്ട്രോ ഇറക്കി കൊടുക്കാണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോ ഒന്ന് ഇറക്കി കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോ ഇറക്കിയിട്ടുണ്ട്. ഇതാ സ്ട്രോ ഏകദേശം അളവ് പറഞ്ഞ് നമുക്ക് 2 സ്ട്രോ വെക്കേണ്ടി വരും, 2 ജോയിൻ്റ് അടിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമുക്ക് ജോയിൻ്റ് അടിക്കുന്ന സ്ട്രോ. അപ്പോൾ നമ്മളൊന്ന് സ്ട്രോയുടെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേ സ്ട്രോ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഫുള്ളായിട്ട്. എന്നിട്ട് നമ്മളെ കുപ്പിയുടെ അടപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് കയറ്റിയെടുക്കാം. അത് കയറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു നോക്കാം. നമ്മൾ സ്ട്രോയുടെ വലിപ്പം ഏകദേശം എത്ര വേണമെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, നീളം. അപ്പോൾ അത് കുപ്പിയുടെ അടിഭാഗത്ത് കുറച്ച് തട്ടില്ല എന്നുള്ള രീതിയിലൊന്ന് വെക്കുക. അത് നമ്മൾ ഏകദേശം ആ വരയില്ല, ഒരു വരയുടെ അടിവശത്ത് കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. മറ്റേ ഹോള് അടയാതെ നോക്കണം. നമ്മളെ ഈ സ്ട്രോയുടെ ചുറ്റുഭാഗം മാത്രം ഗം വെച്ചടയ്ക്കാം. അപ്പോൾ നമുക്ക് മറ്റേ കുപ്പിയുടെ മേൽഭാഗത്ത് വരുന്ന കുപ്പിയുടെ മൂട് ഭാഗം ഒന്ന് ഹോളാക്കി കൊടുക്കാം, അടിവശം. അപ്പോൾ അടിവശം ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ ഹോളാക്കിയിട്ട് നമുക്ക് അടുത്ത സ്ട്രോ ഇറക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അത് അടുത്ത സ്ട്രോ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. ഇതപ്പോൾ സ്ട്രോ ഇറക്കിയതിന് ശേഷം നമ്മൾക്ക് ഇനി കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ആ സ്ട്രോ ഒന്ന് നീളം കൂട്ടേണ്ടി വരും, നമുക്ക് നീളം കുറവാണ്. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രോ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്ട്രോയുടെ അറ്റം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മറ്റേ സ്ട്രോ ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളെ ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. അപ്പോൾ അതെങ്കിൽ നമുക്ക് അളവ് നോക്കാൻ വേണ്ടിയിട്ട് കുപ്പിയുടെ ഉള്ളിലേക്ക് ഒന്നും കൂടി കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറ്റേ സ്ട്രോ, രണ്ടാമത് ഇട്ട സ്ട്രോ നമ്മൾ കുപ്പിയുടെ വായുഭാഗത്ത് നിന്ന് കുറച്ച് മേലേക്കാണ് വെച്ചിട്ടുള്ളത്. കേട്ടോ, ആ ലൈനിൻ്റെ മേൽഭാഗത്ത് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഇത്ര ഹൈറ്റ് വെച്ച് കൊടുക്കുക, രണ്ടാമത്തെ സ്ട്രോ. എന്നിട്ട് നമ്മൾ ഈ അടുത്ത കുപ്പി, നമ്മളെ കുപ്പിയുടെ അടിയിൽ ഹോളിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ സ്ട്രോയുടെ അറ്റൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഗം വെച്ച് അടച്ചു കൊടുക്കാം. തീരെ ലീക്ക് പാടില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ നല്ല ഗം വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടുത്ത സ്ട്രോ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് അടിയിൽ നിന്നൊരു സ്ട്രോ ഇട്ടില്ലേ, അതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മേലേക്കുള്ള മറ്റേ ബോട്ടിലേക്ക് കണക്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഈ ഹോളിൽ കൂടെ നമുക്ക് കയറ്റിയെടുക്കണം. ഇത് നമ്മളെ വീഡിയോ കാണിച്ച സംഭവം. അപ്പോൾ അതങ്ങനെ കയറ്റിയെടുക്കുക. കേട്ടോ, അപ്പോൾ മറ്റേ സ്ട്രോ നമ്മളെ പുറത്തു കൂടെ വരണം, ഈ സ്ട്രോ ഉള്ളിലിരിക്കണം കേട്ടോ. അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ സ്ട്രോ ഉള്ളിലും മറ്റേ സ്ട്രോ പുറത്തും അടിയിൽ നിന്ന് വരുന്നുണ്ടല്ലോ ഒരു മെയിൻ സ്ട്രോ. അപ്പോൾ ആ സ്ട്രോ നമ്മളിതാ മേലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലേക്ക് എടുത്ത സ്ട്രോ ഇനി നമുക്ക് കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ഒരു കുപ്പിയുടെ കുപ്പിയും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് കുപ്പിയുടെ. അപ്പോൾ ഈ കുപ്പിയുടെ അടപ്പിന് 2 ഹോൾ ഇടണം. നമ്മൾക്ക് സ്ട്രോ കയറി പോകാനുള്ള ഒരു ഹോൾ ഇടണം. അതാ, അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ സ്ട്രോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളെ കുപ്പിയുടെ അടപ്പിൻ്റെ ആ മേൽഭാഗത്ത് വെച്ചിട്ട് ഒപ്പാക്കിയിട്ട് സ്ട്രോ കട്ട് ചെയ്യണം. അപ്പോൾ അതങ്ങനെ സ്ട്രോ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടപ്പ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, കുപ്പിയുടെ അടപ്പ്. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയുടെ അടപ്പിൻ്റെ ഒപ്പേ പാടുള്ളൂ കേട്ടോ. അതുപോലെ ഇനി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി അപ്പുറത്ത് വേറൊരു ഹോൾ കണ്ടില്ലേ, ആ ഹോളിൽ കൂടെ ഒരു സ്ട്രോ കൂടി ഇറക്കി കൊടുക്കണം നമ്മൾ. അത് ഏകദേശം അളവ് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മൾ മേലത്തെ ഹോളിൽ കൂടെ ഒരു സ്ട്രോയും കൂടി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം എത്ര വേണമെന്ന് നമുക്ക് ഇതാ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടില്ലേ, ഇതാ ഇത്ര ഹൈറ്റിൽ നമ്മൾ ആ മറ്റേ സ്ട്രോയും കൂടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുപ്പി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിടുക. അപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ പൈപ്പില്ല, ആ പൈപ്പ് മേലേക്ക് എത്തണില്ല. അപ്പോൾ നമുക്കത് ജോയിൻ്റ് അടിച്ചിട്ട് ഒരു പൈപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പ് കട്ട് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് വേറെ സ്ട്രോ കയറ്റി കൊടുക്കുക, എന്നിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് സെറ്റപ്പ് ആക്കി നോക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ അടിയിലെ കുപ്പി ഫുള്ളായി നിറയണം കേട്ടോ. നമുക്ക് ഈ പൈപ്പിൻ്റെ അറ്റം വരെ നിറയണം. ഈ പൈപ്പിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഇതാ നിറഞ്ഞിരിക്കുന്നു പൈപ്പ്. ഇനി നേരെ തല കീഴിലാക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ മറ്റേ ബോട്ടിൽ ഇതാ അറിയുന്ന കണ്ട സൗണ്ടൊക്കെ ഉണ്ടാ, സൗണ്ടൊക്കെ അടിപൊളിയിട്ടുണ്ട്. എന്തൊക്കെ ഗ്യാസ് കയറി പോലത്തെ സൗണ്ട്. അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ തല കീഴിലാക്കാം. തല കീഴിലാക്കി കഴിഞ്ഞാൽ ഇതാ നമുക്കിവിടെ വയ്ക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിലത്തെ വെള്ളം ഇതാ കഴുകട്ടോ. അടിയത്തല്ല, ഇതാ ഈ രണ്ടാമത്തെ വെള്ളം തീർന്നു കഴിഞ്ഞ സംഭവം നിൽക്കൂട്ടാ. അപ്പോൾ കണ്ട അടിപൊളിയല്ലേ സംഭവം. അതാ വെള്ളം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാട്ടുന്നത്. അപ്പം ഇനി നമുക്ക് ഒന്നും കൂടി വെള്ളം അതായത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ. കണ്ടല്ലേ.